ഒന്നാം ഭയമില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് രാജ്യദ്രോഹ പ്രവർത്തനമാണെന്ന് സംശയിക്കുന്നു. ഇത് അതിന്റെ പിന്നിൽ ഇന്നലെ ചന്ദ്രശേഖരൻ പറഞ്ഞതാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ആ ടേം ഉപയോഗിക്കുന്നത്? രാജ്യദ്രോഹം, അത് ഭയങ്കര വൃത്തികെട്ടൊരു ടേം അല്ലേ? അതെന്തിനാണ് ഈ പിള്ളേരുടെ മേൽ ചാർത്തുന്നത്? രണ്ട് അദ്ദേഹം രാഘവ് ചദ്ദയെ പറ്റി പറഞ്ഞു. ആം ആദ്മി പ്രസിഡന്റ് എനിക്കൊന്ന് പറഞ്ഞു. ഈ രാഘവ് ചദ്ദ ഈ പിള്ളേരെ ചതിച്ചു. എങ്ങനെയാ ചതിച്ചേ? ഇദ്ദേഹം ആം ആദ്മി പാർട്ടി ഇവര് അങ്ങോട്ട് പോയെന്ന് പറയുന്നു. അതായത് ഗോദി മീഡിയ വഴി ഒരു പ്രൊപ്പഗണ്ട സത്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് മനസ്സിലായിരുന്നില്ല. കാരണം എയർപോർട്ടിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ അവിടെ കോഫി ഷോപ്പുകൾ തുടങ്ങുന്നു. ഇത് രാഘവ് ചദ്ദ പറഞ്ഞിട്ടാണെന്ന് പറയുന്ന വലിയൊരു നരേറ്റീവ് ഗോദി മീഡിയയിൽ വരിക. അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? 2024 ഡിസംബർ 4-ാം തീയതി രാജ്യസഭയിൽ ഒരു സബ്മിഷൻ മാത്രമാണ് അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടത്. നിയമമല്ല, ബില്ല് അവതരിപ്പിക്കുകയല്ല. 15 ദിവസത്തിന് ശേഷം കൊൽക്കട്ടയിൽ ആദ്യത്തെ ഉഡാൻ കഫേ വരുന്നു. അപ്പൊ ഇത് വളരെ ശക്തമായി ഗോദി മീഡിയയിൽ ഈ പ്രൊപ്പഗണ്ട വരുന്നു. അപ്പൊ ഈ മീഡിയയെ മുഴുവൻ കയ്യിലെടുത്താണ് അവർ രാഘവ് ചദ്ദയെ കൊണ്ടുപോയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവരെ അഡ്രസ്സ് ചെയ്തൂടെ? ഈ വിഷയം കേട്ടൂടെ? ഈ വിഷയത്തെപ്പറ്റി പഠിച്ചുകൂടെ? പിള്ളേരുടെ പ്രശ്നത്തെപ്പറ്റി സംസാരിച്ചുകൂടെ? ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ നോർവേയിലെ ഒരു പത്രപ്രവർത്തകർ ചോദിച്ചു, മോദിയെ പറ്റി ഇറങ്ങിപ്പോവല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ഒരു പത്രപ്രസ്താവന കൊടുക്കുക? നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് പത്രക്കാരെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നില്ല? നിങ്ങൾ റേഡിയോ പോലെ വന്നിരുന്നിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു പോകുന്നപ്പോഴത്തേക്ക് ഈ രാജ്യത്തെ ഡെമോക്രസി ആണെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത രാജാവാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി, ഞങ്ങളുടെ പ്രധാനമന്ത്രിയെങ്കിൽ ചോദ്യങ്ങളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾ ചെറുപ്പക്കാരുടെ അവരുടെ പ്രതികരണത്തെ എന്തിനു ഭയപ്പെടുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ അതിനകത്തുള്ള ഒരു മറുപടി ചോദിച്ചുകൊണ്ട് പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനകത്ത് ഈ രാജ്യവിരുദ്ധരായിട്ട് എന്തിനാണ് ഇവരെ കാണുന്നത്? അതിലൊരു സംശയമുണ്ട്. അത് എന്തുകൊണ്ടാണ് രാജ്യവിരുദ്ധ ഉണ്ടെന്ന് സംശയിക്കുന്നത് പറഞ്ഞു. ഇതിനകത്ത് ഈ പാർട്ടിയുടെ സ്ഥാപക നേതാവ് അഭിജിത് ദീപ്കെ, അദ്ദേഹത്തിനെതിരെ 2019 പൂനെയിൽ അത് എന്തിനു വേണ്ടി പറഞ്ഞറിയോ? ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ അക്രമം നടത്തുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയ അദ്ദേഹം. അതോടൊപ്പം ആർട്ടിക്കിൾ 370-ക്കെതിരെ ഇത്തരത്തിൽ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നപ്പോൾ അതിനെതിരെ പൂനെയിൽ ലീഗൽ റൈറ്റ്സ് ഒബ്സർവേറ്ററിന്റെ ഒരു കംപ്ലൈന്റ് ഇദ്ദേഹത്തിനെതിരെയുണ്ട്. രാജ്യദ്രോഹപരമായിട്ട് ഇത്തരത്തിൽ കാശ്മീരിലെ ഇന്ത്യൻ മിലിറ്ററിക്കെതിരെ കാശ്മീരിലെ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോ ഒരു മിനിറ്റ് ഇതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നുള്ളതും